ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. വടകര തിരുവള്ളൂരിൽ നിക്ഷേപകൻ ആത്മഹത്യ ചെയ്ത കേസിൽ കടത്തനാട് ലേബർ സൊസൈറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കും. കടത്തനാട് ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഭാരവാഹികൾക്കെതിരെ പോലീസ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കും. മരണത്തിന് ഉത്തരവാദി സൊസൈറ്റി മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ സുധീർ കുമാറും പ്രസിഡന്റ് ബഷീറുമാണെന്ന മരിച്ച ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഭവത്തിന് പിന്നാലെ സുധീർ കുമാർ ഒളിവിൽ പോയിരിക്കുന്നു. VS രഞ്ജിത്തുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. VS രഞ്ജിത്ത്, വടകരയിലെ നിക്ഷേപ തട്ടിപ്പ് കരുവന്നൂരിന് സമാനമായ ഒരു നിക്ഷേപ തട്ടിപ്പാണെന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിരവധി നിക്ഷേപകർക്ക് പണം നഷ്ടമായി എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അങ്ങനെയാണെങ്കിൽ രഞ്ജിത്ത്, വളരെ ഗൗരവമേറിയ ഒരു വിഷയമായി മാറുന്നു. ഇതാ ഒരു സഹകരണ സ്ഥാപനത്തിൽ നിക്ഷേപിച്ചതിന്റെ പേരിൽ ഒരു നിക്ഷേപകൻ തീ കൊളുത്തി ആത്മഹത്യ ചെയ്ത വിഷയമാണ്. അതിൽ ഉത്തരവാദിത്തപ്പെട്ട സുധീർ എന്നയാളെ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല. ബാങ്ക് തന്നെ നമ്മളോട് ഇന്നലെ വീഴ്ച സമ്മതിച്ചു, അല്ലേ? ഡോക്ടർ ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്നലെ നമ്മളോട് വീഴ്ച സമ്മതിച്ചതാണ്. അതായത് പണം കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം അദ്ദേഹം പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇത് UDFന്റെ, അതായത് ലീഗിന്റെയും കോൺഗ്രസിന്റെയും പ്രാദേശിക ഭാരവാഹികൾ, DCCയുടെ സെക്രട്ടറി ഉൾപ്പെടെയുണ്ട് ചേർന്നുകൊണ്ടാണ് ഈ ബാങ്ക് ആരംഭിക്കുന്നത്. ബാങ്ക് ആരംഭിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ബാങ്ക് ഇതൊരു സൊസൈറ്റിയാണ്. ഈ സൊസൈറ്റി വിവിധങ്ങളായിട്ടുള്ള കരാറുകൾ ഏറ്റെടുക്കും, സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള കരാറുകൾ ഏറ്റെടുക്കും. ആ കരാറുകളിൽ നിന്ന് കിട്ടുന്ന, ആ കരാർ ജോലിയിൽ നിന്ന് കിട്ടുന്ന തുക അതിൻ്റെ പലിശയായിട്ടല്ല, അതിൻ്റെ ലാഭവിഹിതമായി നൽകുമെന്നുള്ളതാണ്. അത് കൂടുതൽ ചില വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, പലിശ ഈടാക്കാത്ത, പലിശ വാങ്ങാത്ത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലാഭവിഹിതം എന്ന് പറയുമ്പോൾ കൂടുതൽ പണം ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള അതിലേക്കൊരു ടെൻഡൻസി വരികയും ചെയ്യും. അപ്പോൾ അതുകൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ലാഭവിഹിതം, അതായത് 1 ലക്ഷം പറയുമ്പോൾ അതിന് 2500 വരെയൊക്കെ ലാഭവിഹിതം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ആളുകളെ ഇതിലേക്ക് ആകർഷകരായി ഇതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള 45 ലക്ഷവും 80 ലക്ഷവും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത ആളുകളുണ്ട്. അവർക്കൊക്കെ 2 വർഷമായി ഡിവിഡൻഡ് കൊടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ബാങ്ക് നഷ്ടത്തിലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രസിഡന്റ് പറയുന്നത്. അപ്പോൾ എങ്ങനെ നഷ്ടത്തിലായി എന്നും ഇതിൽ എന്തെല്ലാം തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്, ഇതിൽ നിക്ഷേപിക്കപ്പെട്ട തുക എന്തിനൊക്കെ വേണ്ടി ചെലവഴിച്ചു എന്നുള്ളതുമൊക്കെയാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ബാങ്ക് പ്രസിഡന്റ് വളരെ വിചിത്രമായൊരു ന്യായം പറഞ്ഞു. UDF അധികാരത്തിലെത്തിയതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചധികം കരാറുകൾ കിട്ടും, അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടി തുക സമാഹരിച്ച് ഈ കടം വീട്ടാമെന്നുള്ളത്. അപ്പോൾ അധികാരത്തിന്റെ തണലിൽ കുറച്ചുകൂടി പണം പിരിക്കാൻ ഇവർ പദ്ധതി ആസൂത്രണം ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സാമ്പത്തിക തട്ടിപ്പ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാനാണ് സാധ്യത. അതോടൊപ്പം ഈ ആത്മഹത്യാ പ്രേരണാ കുറ്റം അത് പോലീസ് കേസെടുത്തിട്ട് ലോക്കൽ പോലീസ് അത് അന്വേഷിക്കും. ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട മരണമൊഴിയായി തന്നെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന ഇബ്രാഹിമിന്റെ വോയിസ് റെക്കോർഡ് പുറത്തു വന്നിരുന്നു. BJPയുടെ റൂറൽ മേഖലാ പ്രസിഡന്റ് പ്രഫുൽ കൃഷ്ണന് ആണ് ആ ഓഡിയോ സന്ദേശം ഇബ്രാഹിം മരിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ കൃത്യമായി എന്തെല്ലാമാണ് സംഭവിച്ചിട്ടുള്ളത്, ആരൊക്കെയാണ് കബളിപ്പിച്ചത് എന്ന് പേര് സഹിതം തന്നെ ഇബ്രാഹിം വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് അത് മരണമൊഴിയായി രേഖപ്പെടുത്തി തന്നെയാണ്, മരണമൊഴിയായി കണക്കാക്കി തന്നെയാണ് ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ 2 കേസുകൾ നിലവിലുണ്ടാവും. ഒന്നിപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം, അത് ബാങ്ക് അധികൃതർക്കെതിരെയാണ്. മറ്റൊന്ന് ഇപ്പോൾ നിക്ഷേപകർ പരാതിയുമായി എത്തിക്കൊണ്ടിരിക്കുന്നു. ആ നിക്ഷേപകരുടെ പരാതിയിൽ സാമ്പത്തിക തട്ടിപ്പ്, നേരത്തെ അരുൺ സൂചിപ്പിച്ച പോലെ ഒരു കരുവന്നൂർ മോഡൽ തട്ടിപ്പ് വടകരയിൽ കടത്തനാട് സൊസൈറ്റിയുടെ പേരിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക് യു VS രഞ്ജിത്ത്. നമുക്ക് അടുത്ത റൗണ്ടിൽ ആ പ്രതികരണങ്ങളൊക്കെ കൊടുക്കാവുന്നതാണ്. നിക്ഷേപ തട്ടിപ്പിന് ഇരയായ നിക്ഷേപകരുണ്ട്, പാവം മനുഷ്യരാണ്. UDF ഭരിക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് കടത്തനാട് ലേബർ സൊസൈറ്റി.